നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡൈലമ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഈ നെക്സ്റ്റ് അച്ചീവിങ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി, സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡസൻ ജസ്റ്റ് അപ്പിയർ. അത് ലാസ്റ്റ് ഒരു ഫൈനൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ക്വാളിറ്റി വരില്ല. അപ്പോൾ അതെങ്ങനെയാണ്? ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ഗുഡ് പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് സോളിഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. ബിഗിനിങ്ങിൽ തുടങ്ങി തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ്, അതായത് ഈ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം? ആദ്യം ആ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദെൻ യു മസ്റ്റ് ബി ഏബിൾ ഓഫ് ക്രിയേറ്റിംഗ് ഡിസൈൻ ഉണ്ടാക്കണം. അങ്ങനെ ബിഗിനിങ് തുടങ്ങി തന്നെ ഇതിൻ്റെ ഈ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ, ക്വാളിറ്റി ഡയമെൻഷൻസും ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ്. പ്രോജക്ട് മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഡെലിവറി ഡേറ്റ്സ് ഒക്കെ അച്ചീവബിൾ ആവണം. അതായത് ഇപ്പോൾ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതൊരു ഡേറ്റിന് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ സ്കെഡ്യൂൾ ഡിപ്പെൻഡൻസീസ്, അതായത് വേറെ എന്തിനെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ. പിന്നെ അതുപോലെ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാനുള്ള ടെംപ്റ്റേഷനൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ റിസ്കുകളൊക്കെ, ഇതിൽ വരാവുന്ന റിസ്കുകളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യണം. അപ്പം അങ്ങനെ പ്രോജക്ട് മാനേജ്മെന്റിന്റെ ടെക്നിക്സ് യൂസ് ചെയ്യണം. ദെൻ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഓരോ പാർട്ടും കഴിയുമ്പോൾ നമുക്ക് അറിയാം ഡിസൈൻ പാർട്ട് ഉണ്ട്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ മോഡൽസ് ഉണ്ടാക്കൽ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം തന്നെ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഹൗസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം തന്നെ പോയി സാധനങ്ങൾ എടുത്ത് സ്റ്റോണും സിമെൻ്റ് അതൊക്കെ എടുത്ത് ഹൗസ് ഉണ്ടാക്കാൻ തുടങ്ങുകയല്ല ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഇത് ബിൽഡ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടോയെന്ന് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്യും. എന്നിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓരോ ഇപ്പോൾ ഒരു ഡിസൈൻ ആദ്യം തന്നെ നമ്മൾ ആ ഹൗസിൻ്റെ ഉണ്ടാക്കും, ഒരു പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ അതിനുള്ള പൈസ ബഡ്ജറ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽസിനെ പ്ലാൻ എന്നുള്ള ഇതുപോലെ സോഫ്റ്റ്വെയറിൽ പറയുമ്പോൾ ഡിസൈൻ മോഡൽസിനൊക്കെ റിവ്യൂ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഡ്, ഇത് ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കോഡിനെ ഇൻസ്പെക്ട് ചെയ്യണം. അതുപോലെ സീരീസ് ഓഫ് ടെസ്റ്റിംഗ് സ്റ്റെപ്സ് ചെയ്യണം. പിന്നെ മെഷർമെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക് ചെയ്യണം. അങ്ങനെയാണ് ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നത്. ദെൻ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് assurance establishes the infrastructure that supports solid software engineering methods, rational project management, software quality control actions. ഇതൊക്കെയാണ് ക്വാളിറ്റി അഷ്വറൻസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വാളിറ്റി അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് ഇതിൽ പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞ ബ്രോഡ് ടേമിൻ്റെ നമുക്ക് ഡെഫിനിഷൻ ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഇതെന്ന് പറയുന്നത് അഷ്വറൻസ് എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് അപ്ലൈഡ് ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ പ്രോസസ്സ്. ഇപ്പോൾ ഇത് ഒരു ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല, ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എൻകംപസസ് എന്തൊക്കെ കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എന്നുള്ളതിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു ഫോമൽ പ്ലാൻ വേണം. അതായത് ബിഗിനിങ് തുടങ്ങി എങ്ങനെയായിരിക്കണം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത്. സപ്പോസ് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിനെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത് എന്നുള്ള ഒരു ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ട് പറ്റണം. ദെൻ സ്പെസിഫിക് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ടാസ്ക്. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് പ്രൊവാക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ഡെവലപ്പ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടെക്നിക്കൽ റിവ്യൂസ്, മൾട്ടി ടയർ ടെസ്റ്റിംഗ് അതൊക്കെയാണ് അതിനകത്ത് വരുന്ന റിവ്യൂ. ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് പ്രോജക്റ്റ് ഉണ്ടാക്കണോ, പിന്നെ അതിനെ പ്രസൻറ്റ് ചെയ്യണോ, അതിൻ്റെ റിവ്യൂസ് നടത്തണോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റി കൺട്രോളിൽ വരുന്നത്. ദെൻ ഇഫക്റ്റീവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ്. എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് കൺട്രോൾ ഓഫ് ഓൾ സോഫ്റ്റ്വെയർ വർക്ക് പ്രോഡക്ട്സ്. ഓൾ സോഫ്റ്റ്വെയർ വർക്ക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കാം ഈ ഓരോ പ്രോഡക്റ്റിനും. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കി, ഫോർ എക്സാമ്പിൾ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ 2020 വെർഷനല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെർഷൻ. 2020 നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല. ഇപ്പോൾ വോയിസ് ഫീച്ചർ ഇല്ല, ഇമേജ് ആഡ് ചെയ്യാനുള്ള ഫീച്ചർ, അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓരോ വെർഷൻ വരുമ്പോഴും അതിന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം കൂടിയും ഈ ക്വാളിറ്റി അഷ്വറൻസിൽ പെടും. ദെൻ എ പ്രൊസീജിയർ ടു എൻഷുർ കംപ്ലയൻസ്, അതായത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. മെഷർമെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് മെക്കാനിസംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസിൽ വരുന്നത്.
ദെൻ എലമെന്റ്സ് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ്സ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഒരു വയ്ക്കുന്നത് IEEE അല്ലെങ്കിൽ ISO സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അത് മീറ്റ് ചെയ്യണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. റിവ്യൂസ് ആൻഡ് ഓഡിറ്റ്സ്, റിവ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെക്നിക്കൽ റിവ്യൂസ് ഒരു ക്വാളിറ്റി കൺട്രോൾ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതാണ് എലമെന്റ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ റിവ്യൂസ് പെർഫോംഡ് ബൈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് തന്നെ ചെയ്യുന്നതാണ് റിവ്യൂസ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി കൺട്രോളിൻ്റെ എഞ്ചിനീയർ ആണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ്സ് ചെയ്യുന്നത്. ദെൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എറേഴ്സ് ഫൈൻഡ് ചെയ്യാനുള്ള, ബഗ്സ് ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്യണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ എറർ ഓർ ഡിഫക്ട് കളക്ഷൻ ആൻഡ് അനാലിസിസ്. ദ ഓൺലി വേ ടു ഇംപ്രൂവ് ഇസ് ടു മെഷർ ഇതിനെ മെഷർ ചെയ്യണം, എന്നിട്ട് അത് എറേഴ്സിനെ അനലൈസ് ചെയ്യണം. എങ്ങനെയാണ്? ഹൗ ദാറ്റ് എറേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് വാട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ടു എലിമിനേറ്റ് ദം. ഇതൊക്കെ. ദെൻ ചേഞ്ച് മാനേജ്മെന്റ്. ഇപ്പം ചേഞ്ച് വരാണെങ്കിൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നോക്കണം. എഡ്യൂക്കേഷൻ, ഒരു അവയർനെസ് കൊടുക്കണം. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ ക്വാളിറ്റിയുടെ കൺട്രോളിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കണം. ദെൻ വെൻഡർ മാനേജ്മെന്റ്. വെൻഡർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡുള്ള ആൾക്കാർ ഇത് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി പാക്കേജസ്, ഷ്രിങ്ക് റാപ്പ് പാക്കേജസ് ആയിരിക്കാം. ഇപ്പോൾ സപ്പോസ് മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഒരു പാക്കേജ് ആയിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പം ടൈലേർഡ് ഷെൽ എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു സ്ട്രക്ചർ ആയിരിക്കും, ഒരു സ്കെൽറ്റൽ സ്ട്രക്ചർ ആയിരിക്കും, ഒരു ടെംപ്ലേറ്റ് ആയിട്ട് തരാ ടു ദ നീഡ്സ് ഓഫ് എ പർച്ചേസർ. എന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾ അതനുസരിച്ച് കസ്റ്റമറിന് മാറ്റാൻ പറ്റും. കോൺട്രാക്റ്റഡ് സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ടേംസിലേക്ക് ഒരു കോൺട്രാക്ട് പോലെ ഒരു സോഫ്റ്റ്വെയർ കിട്ടും, അത് കഴിയുമ്പോൾ അത് എക്സ്പയർ ആവും. അങ്ങനെ ഈ സെക്യൂരിറ്റി മാനേജ്മെന്റ്, ഇപ്പോൾ പ്രൈവസി എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു ഡാറ്റ ഹെൽത്ത് ആപ്ലിക്കേഷൻ്റെ ആപ്പ് എടുക്കുകയാണെങ്കിൽ അതിനെന്താണ്? അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ യൂസറിൻ്റെയും ഓരോ കസ്റ്റമറിൻ്റെയും ഡാറ്റ നമുക്ക് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യണം, പ്രൈവസി കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനത്തെ ഇതിനൊക്കെ സെക്യൂരിറ്റി മാനേജ്മെന്റ്, അതിനുള്ള പോളിസീസൊക്കെ ഡാറ്റ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സോഫ്റ്റ്വെയർ ക്രാഷ് ആയി പോവുക, ഫെയിലിയർ ആയി പോവുക. അതിൽ നിന്നൊക്കെ ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ അത് ക്രാഷ് ആയി പോയി എന്തായിരിക്കും? അത്രയും ബുദ്ധിമുട്ടുണ്ടാവും, മണി ഇൻവോൾവ് ആയതുകൊണ്ട് അത്രയ്ക്ക് അതിനകത്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. റിസ്ക് മാനേജ്മെന്റ്, റിസ്ക്സ് ആദ്യം അനലൈസ് ചെയ്യണം, എന്തൊക്കെ റിസ്ക് ഇതിനകത്ത് വരാം, എന്നിട്ട് പിന്നെ ആ റിസ്കിനെ അനലൈസ് ചെയ്യണം, പിന്നെ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം, റിസ്കുകൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നോക്കണം. ദെൻ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസിലെ ടാസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസിൻ്റെ തന്നെ എലമെന്റ്സ് ആണ് പറഞ്ഞത്. ഇനി അതിൽ വരുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ്? ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിലോരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഒരു പ്ലാൻ ഉണ്ടാക്കണം. പ്രിപ്പയർസ് ആൻ SQA പ്ലാൻ ഫോർ ദ പ്രോജക്റ്റ്. ദെൻ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പ്രോജക്റ്റ് സോഫ്റ്റ്വെയർ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പം എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രോസസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യുക, ഡെവലപ്പേഴ്സ് ആണ് ചെയ്യുക. അതിൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എഞ്ചിനീയറും കൂടി അത് ആ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്നാലാണ് ആൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. റിവ്യൂസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ് ടു വെരിഫൈ കംപ്ലയൻസ്. റിവ്യൂ നടത്തണം. ദെൻ ഓഡിറ്റ്സ് നടത്തണം. ഓഡിറ്റ്സ് ഡെസിഗ്നേറ്റഡ് software work products to verify compliance with those defined as part of the software process. Ensures that deviations in software work and work products are documented. ഇപ്പോൾ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇവർ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യത്തിന് ഡീവിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡോക്യുമെന്റ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ്? മെഷർമെന്റും മെട്രിക്സും ആണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്കൊരു ഇപ്പോൾ ഒരു വെയിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? വെയിറ്റ് മെഷർമെന്റിനുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരിക്കും, അതിനൊരു മെട്രിക് ഉണ്ട്, കിലോഗ്രാം. അതുപോലെ തന്നെ ഇവിടെ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റിനെ എങ്ങനെ മെഷർമെന്റ് നടത്താം. ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെ മെഷർ ചെയ്യാം? ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഫൈനൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രമല്ല മെഷർ ചെയ്യുന്നത്, ഓരോ സ്റ്റേജിലും മെഷർമെന്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? റിക്വയർമെന്റ് അനാലിസിസ് ആണ്. അപ്പോൾ റിക്വയർമെന്റിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യണം. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തു, ഡിസൈനിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യണം, കോഡിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതിൻ്റെ മൊത്തം ക്വാളിറ്റി കൺട്രോളിൻ്റെ ഇഫക്റ്റീവ്നെസ് നോക്കണം. ഇപ്പോൾ റിക്വയർമെൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റിക്വയർമെൻറ്റിൽ ആംബിഗ്യൂറ്റി ഉണ്ടാവരുത്, എത്രത്തോളം കംപ്ലീറ്റ് ആണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, വൊളറ്റിലിറ്റി, ട്രേസബിലിറ്റി, മോഡൽ ക്ലാരിറ്റി, ഇതൊക്കെയാണ് അതിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ജസ്റ്റ് നോക്കി പോകാതെ. ദെൻ ഡിസൈനിൻ്റെ ക്വാളിറ്റി, ആർക്കിടെക്ചറൽ ഡിസൈൻ, കമ്പോണൻറ്റ് ഡിസൈൻ, അതിൻ്റെയൊക്കെ ക്വാളിറ്റി മെഷർ ചെയ്യണം. അതിനുള്ള യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ കോഡിൻ്റെ ക്വാളിറ്റി, ദെൻ ക്വാളിറ്റി കൺട്രോൾ എഫക്റ്റീവ്നെസ്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തത് കണ്ടിന്യൂ ചെയ്യാം.